നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് പാകിസ്ഥാനെ കടലിലൂടെ ആക്രമിക്കാൻ ഇന്ത്യ മിനിറ്റുകൾ മാത്രം അകലെയായിരുന്നുവെന്ന് നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠിയുടെ വെളിപ്പെടുത്തൽ. സൈനിക നടപടികൾ നിർത്തിവെക്കാൻ പാകിസ്ഥാൻ അഭ്യർത്ഥിക്കുകയായിരുന്നുവെന്നും ഈ വിവരം ഇപ്പോൾ ഒരു രഹസ്യമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. മുംബൈയിൽ നടന്ന നേവൽ ഇൻവെസ്റ്റിച്ചർ സെറിമണിക്കിടെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഓപ്പറേഷൻ സിന്ദൂറിൽ നാവികസേന അതീവ ആക്രമണോത്സുകമായ നിലപാടാണ് സ്വീകരിച്ചത്. അത് സേനയുടെ നിശ്ചയദാർഢ്യത്തിന്റെ പ്രതിഫലനമാണ്. പാകിസ്ഥാൻ സൈനിക നടപടികൾ നിർത്താൻ ആവശ്യപ്പെട്ട സമയത്ത് കടലിൽ നിന്നും അവരെ ആക്രമിക്കാൻ നാം ഏതാനും മിനിറ്റുകൾ മാത്രം അകലെയായിരുന്നുവെന്ന് ഇപ്പോൾ രഹസ്യമല്ല എന്നാണ് ദിനേശ് കെ ത്രിപാഠിയുടെ വാക്കുകൾ. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ 26 സാധാരണക്കാർ കൊല്ലപ്പെട്ട് രണ്ടാഴ്ചയ്ക്ക് ശേഷം 2025 മെയ് 7-നാണ് ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിക്കുന്നത്. കൊലപാതകങ്ങൾക്ക് പകരം വീട്ടുന്നതിനും പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും ഭീകരവാദ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുന്നതിനുമായാണ് ഇന്ത്യ സൈനിക നടപടി ആരംഭിച്ചത്. ഈ ഓപ്പറേഷനിൽ 100-ലധികം ഭീകരർ കൊല്ലപ്പെട്ടു. ഇതിനെ തുടർന്ന് ഏതാനും ദിവസങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സൈനിക സംഘർഷം നിലനിന്നിരുന്നു. തുടർന്ന് മെയ് 10-ന് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ വേളയിലെ നാവികസേനയുടെ നടപടികൾ ദേശീയ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. പശ്ചിമ സമുദ്രതീരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ 17 മണിക്കൂർ നീണ്ട ചരിത്രപരമായ സന്ദർശന വേളയിൽ സേനയുടെ കരുത്ത് അദ്ദേഹത്തിന് മുന്നിൽ തെളിയിക്കാൻ സാധിച്ചുവെന്നും അഡ്മിറൽ ത്രിപാഠി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ വേളയിലെ ദ്രുതഗതിയിലുള്ളതും ദൃഢവുമായ നടപടികളിലൂടെ ഇന്ത്യൻ നാവികസേന രാജ്യത്തിന്റെ ആത്മവിശ്വാസവും വിശ്വാസവും ഉറപ്പിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിനും വർഷം മുഴുവൻ നീണ്ടുനിന്ന പ്രവർത്തനങ്ങൾക്കും പുറമെ വെസ്റ്റേൺ സീബോർഡിൽ പ്രധാനമന്ത്രിക്കൊപ്പം നടത്തിയ 17 മണിക്കൂർ നീണ്ട ചരിത്രപരമായ യാത്രയിൽ നാവികസേനയുടെ പ്രവർത്തനശേഷിയുടെ ആഴവും വ്യാപ്തിയും പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നുവെന്നും അദ്ദേഹം പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു. ഓപ്പറേഷൻ സിന്ദൂർ സമയത്തെ ഇന്ത്യൻ നാവികസേനയുടെ നിലപാട് പാകിസ്ഥാൻ നാവികസേനയെ അവരുടെ തുറമുഖങ്ങൾക്കോ തീരത്തോ അടുത്തുനിന്ന് തന്നെ തുടരാൻ നിർബന്ധിതരാക്കിയെന്ന് അഡ്മിറൽ ത്രിപാഠി നേരത്തെ പറഞ്ഞിരുന്നു. ഈ ഓപ്പറേഷൻ തുടരുകയാണെന്നും ഇതുവരെ അവസാനിച്ചിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭാരതത്തിന്റെ സമാധാനകാംക്ഷയെ ദുർബലതയെ കാണരുതെന്ന ശക്തമായ മുന്നറിയിപ്പാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യൻ നാവികസേന നൽകിയത്. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് മറുപടിയായി അതിവേഗത്തിലും കൃത്യതയോടെയും നടത്തിയ ഈ സൈനിക നീക്കം പാകിസ്ഥാന്റെ ഭീകരവാദ താവളങ്ങളെ തകർക്കുന്നതിൽ വലിയ വിജയം കണ്ടു. കടലിലൂടെയുള്ള ഇന്ത്യയുടെ അപ്രതിരോധ്യമായ മുന്നേറ്റം തിരിച്ചറിഞ്ഞ പാകിസ്ഥാൻ ആക്രമണത്തിൽ നിന്നും പിന്മാറാൻ അപേക്ഷിച്ചുവെന്ന അഡ്മിറൽ ത്രിപാഠിയുടെ വെളിപ്പെടുത്തൽ ഇന്ത്യൻ സേനയുടെ ആഗോളതലത്തിലുള്ള കരുത്തിന്റെ തെളിവായി മാറുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ പശ്ചിമ സമുദ്രതീരത്ത് നടത്തിയ ചരിത്രപരമായ പ്രകടനം സൈന്യത്തിന് പുതിയ ഊർജ്ജവും നൽകി. നാവികസേനയുടെ ആക്രമണോത്സുകമായ നിലപാട് കാരണം പാകിസ്ഥാൻ കപ്പലുകൾക്ക് സ്വന്തം തുറമുഖങ്ങളിൽ നിന്നും പുറത്തിറങ്ങാൻ പോലും സാധിച്ചില്ല എന്നത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ നയതന്ത്രപരവും സൈനികവുമായ മേധാവിത്വത്തെ അടിവരയിടുന്നതാണ്. ഇത് കേവലം ഒരു തിരിച്ചടി എന്നതിലുപരി ശത്രുരാജ്യത്തിന്റെ പ്രകോപനങ്ങൾക്കെതിരെ ഇന്ത്യ സ്വീകരിക്കുന്ന വിട്ടുവീഴ്ചയില്ലാത്ത സമീപനത്തിന്റെ പ്രതിഫലനവുമാണ്. ഓപ്പറേഷൻ സിന്ദൂർ ഇന്നും അവസാനിച്ചിട്ടില്ലെന്നും നാവികസേന അതീവ ജാഗ്രത തുടരുകയാണെന്നും നാവികസേന മേധാവി വ്യക്തമാക്കുന്നുണ്ട്. അതിർത്തിയിലെ ഭീകരവാദ ഭീഷണികൾ പൂർണ്ണമായും ഇല്ലാതാകുന്നതുവരെ ഇന്ത്യയുടെ പ്രതിരോധ നടപടികൾ തുടരുമെന്ന സന്ദേശമാണ് ഇതിലൂടെ ലഭിക്കുന്നത്.